കുറച്ചും കൂടി സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ബിസിനസ്സുകാർക്കുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഒരു ബിസിനസിന്റെ ഒരു ഓപ്പറേഷനെ ബന്ധപ്പെട്ടിട്ടാണ്. ആ പ്രോഫിറ്റിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ കാണേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റിനും എത്തിച്ച് തന്നിട്ട് നമ്മളെ കംഫോർട്ട് ആക്കുന്ന ഏറ്റവും വലിയ ആളുകളാണ് അവർ. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ, കുടുംബത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ സംഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഈ കുണ്ടലിനി ചക്രങ്ങളും മണിയും ബിസിനസ്സും തമ്മിലുള്ള ബന്ധം എന്താണ്? അതൊരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഞാൻ ബിസിനസ് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനെ കാണുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ വർക്കായിട്ടാണ്. അതായത് ഒരു സാമൂഹ്യ സേവനമായിട്ടാണ് ഞാനൊരു ബിസിനസ്സിനെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ബിസിനസ്സിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനെ കാണുമ്പം ഇവൻ ഏതാണ്ട് ആളുകളെ പറ്റിച്ച് പൈസ മേടിച്ച് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. പക്ഷേങ്കിൽ നമ്മൾ വളരെ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു മേഖലയാണ് ബിസിനസ്സിൻ്റെ മേഖല എന്ന് പറയുന്നത്. അതായത് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നു. നമുക്ക് ഒരു ബോട്ടിൽ വെള്ളം ആവശ്യമുണ്ട്. ഈ വെള്ളം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മളിപ്പോൾ താഴത്തെ കടയിൽ ചെന്നിട്ട് ഒരു 20 രൂപ കൊടുത്തൊരു ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ആവശ്യം നടത്തും, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പ്രോസസ്സിനെ ഒന്ന് അടിസ്ഥാനപരമായിട്ട് ഒന്ന് കണ്ടു നോക്കിയേ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കടക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. ഈ കടക്കാരൻ അവിടെ ഇരിക്കുന്ന വെറുതെ വന്നിരിക്കുന്നതല്ല. അയാളുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അയാൾക്ക് പറ്റിയ ഒരു ബിസിനസ് തിരഞ്ഞെടുത്തിട്ട് അയാളുടെ സാഹചര്യങ്ങളെല്ലാം വെച്ചിട്ട് അയാളെ കൊണ്ട് പറ്റുന്ന അത്രയും ഒരു മണി കളക്ട് ചെയ്തിട്ട് ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ അയാൾ എടുക്കുന്ന എഫോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം എന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഷോപ്പ് എടുക്കണം, അയാൾക്ക് അവിടെ അതെല്ലാം ഫർണിഷ് ചെയ്യണം, അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു സാധനങ്ങൾ മേടിച്ച് വെക്കണം. സത്യത്തിൽ നമ്മൾ 20 രൂപ കൊടുത്ത് മേടിച്ചുകൊണ്ട് പെട്ടെന്ന് വന്ന് ഉപയോഗിക്കുന്ന ഈ സാധനം ഇയാൾ എത്രയോ നാളുകൾക്ക് മുമ്പ് പൈസ മുടക്കി ഇയാൾ ഇത് ആ ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ്. ഇനി അതിൻ്റെ പിന്നിലേക്ക് ഒന്ന് പോയി നോക്കി, അയാളിലേക്ക് അത് കൊണ്ടുവന്ന ഒരു ഹോൾസെയിലുണ്ട്, അയാളിലേക്ക് അത് കൊണ്ടുവന്ന ഒരു ഡീലറുണ്ട്, അയാളിലേക്ക് അത് കൊണ്ടുവന്ന ഒരു മാനുഫാക്ചറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ഹൈറാർക്കി നോക്കുമ്പോൾ എത്രയോ ആളുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടാണ് നമുക്ക് ഈ 20 രൂപ കൊടുത്ത് ഒരു വെള്ളം മേടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം സത്യത്തിൽ അവിടെ ആ കടക്കാരൻ ഇല്ലെങ്കിലോ നമുക്ക് ആ വെള്ളം കിട്ടാനുള്ള സാധ്യത അവിടെ ഇല്ല. നമ്മൾ കിണറ്റിൽ പോയി കോരി എടുക്കണം. കിണറ്റിൽ പോയി കോരി എടുക്കാൻ നല്ല വെള്ളം കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് അതിന് ചിലപ്പോൾ ഒരു കിണർ നമുക്ക് അവൈലബിൾ ആവണമെന്നില്ല. ഇപ്പം ഞാൻ ഇതിനെ മനസ്സിലാക്കി എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ചാർധാം യാത്ര പോകുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി റിയലൈസ് ചെയ്യുന്നത്. അപ്പം അവിടെ ഞാൻ നോക്കുന്ന സമയത്ത് രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ പോകുന്ന വഴികളിൽ ഒരു കട പോലും ഇല്ലാത്ത ഒരുപാട് ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അതായത് ഞങ്ങൾ രാത്രി വരെ പട്ടിണി യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും വെള്ളം പോലും കിട്ടുന്നില്ല. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ അതിന് മനസ്സുരുകി നമ്മൾ പ്രാർത്ഥിക്കുക, മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര ഒരു കട ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കടക്കാരൻ ഈ ഒരു വെള്ളം വെച്ച് അവിടെ അല്ലെങ്കിൽ ഇച്ചിരി ഭക്ഷണം വെച്ച് അവിടെ ഇരുന്നിരുന്നെങ്കിൽ ഇതൊന്നും മേടിച്ച് കഴിക്കാമല്ലോ. പിന്നെ വിശക്കുന്നുണ്ടല്ലോ, കാരണം ഒന്നാമത് ഇതിലുള്ള യാത്ര. അപ്പോൾ സത്യം പറഞ്ഞാൽ അന്നേരം അവിടെയൊക്കെ ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാമെന്നൊക്കെ പറയുന്ന വലിയ പ്രശ്നമാണ്. കാരണം അവിടെ അത്രയും ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ആളുകൾ ഷോപ്പൊക്കെ തുടങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റത്തിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഹോട്ടലുകാരൻ ചെയ്യുന്ന ബിസിനസ് ആ ഒരു സേവനം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ സത്യത്തിൽ ഒരു ഹോട്ടലിൽ ചെന്നു, അയാൾ എന്തെങ്കിലും ഒരു ഇതായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അയാളെ ബ്ലെയിം ചെയ്തിട്ട് കുറ്റം പറയുകയായിരുന്നു. അയാൾ എത്ര നന്നായിട്ട് ഉണ്ടായി തന്നാലും എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടാവുമല്ലോ. പക്ഷേ അയാൾ അതിനുവേണ്ടി പിന്നിലെടുക്കുന്ന എഫോർട്ടും കാര്യങ്ങളും എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞത് ഒരു ബിസിനസിന്റെ ഒരു ഓപ്പറേഷനെ ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു ഓപ്പറേഷനെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അദ്ദേഹം ആ ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് അയാൾ ഈടാക്കുന്ന നിസ്സാരമായ പ്രോഫിറ്റിലേക്ക് മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. പക്ഷേ ആ ഒരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അയാളുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അതില്ലാതെ അയാൾക്ക് ഒരിക്കലും പിന്നെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടി അയാൾ ഈടാക്കുന്ന ഒരു പ്രോഫിറ്റ് ഈടാക്കിക്കൊണ്ട് ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റിനെക്കാട്ടിലൊക്കെ ഉപരി നമ്മൾ കാണേണ്ടത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റിനും എത്തിച്ച് തന്നിട്ട് നമ്മളെ കംഫോർട്ട് ആക്കുന്ന ഏറ്റവും വലിയ ആളുകളാണ് അവർ, അല്ലേ? നമുക്ക് ഈ കംഫോർട്ടായിട്ട് ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ബിസിനസ്സുകാർ നമ്മുടെ ചുറ്റും ഉള്ളതുകൊണ്ടാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഒരു ചാരിറ്റി വർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഇപ്പോൾ ആശാലിംഗ് ഫൗണ്ടേഷൻ ചില ചാരിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചാരിറ്റിയുടെ ഒരു ആവശ്യം ഉണ്ടെന്ന് നമ്മളൊന്ന് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സുകാരായിട്ടുള്ള ശിഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ പൈസ അവിടെ ആദ്യം തന്നെ പിന്നെ അവിടെ കൊണ്ടുവന്ന് ചാരിറ്റിക്കായിട്ട് തരുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ പേര് പോലും പറയില്ല. ഇനിയൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ തരുന്നവരാണ്. മറ്റുള്ളവരും ചാരിറ്റി ചെയ്യുന്നില്ലെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരും ചെയ്യുന്നുണ്ട്, പക്ഷേ അവർക്കൊക്കെ ലിമിറ്റേഷൻ ഉണ്ട്. കുറച്ചും കൂടി സ്വാതന്ത്ര്യം ആർക്കുണ്ട്? ബിസിനസ്സുകാർക്കുണ്ട്. ഇപ്പോൾ ഒരു കാര്യം ഒരു ആൾക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു
ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരു വ്യക്തിയോട് നമ്മളത് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ചിലപ്പം അവർ ശമ്പളം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അവന് ആ സ്വാതന്ത്ര്യമുണ്ട്. അവന് എപ്പം വേണമെങ്കിലും കുറച്ച് പൈസ എടുത്ത് അതിലേക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഈ ബിസിനസ്സിനെ ഒരു ചാരിറ്റി പോലെ തന്നെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ സർവീസ് ആയിട്ടാണ് ഞാൻ ബേസിക് ആയിട്ട് കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ ആ ബിസിനസ്സും അല്ലെങ്കിൽ ബിസിനസ്സിലൂടെ നമ്മൾ മണി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മണി ഉണ്ടാക്കലും ഈ പറഞ്ഞ രീതിയിൽ സ്പിരിച്വാലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊക്കെ പറയുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ഈ പറഞ്ഞ പോലെ കാഷായമൊക്കെ ധരിച്ച് നമ്മൾ വൈരാഗികളായി തീരുന്ന ആളുകളാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ കുടുംബത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ സംഭവിക്കേണ്ട ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് സ്പിരിച്വാലിറ്റിക്ക് നമുക്ക് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമുക്ക് അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കാനുള്ള എനർജി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ നിലനിൽക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും ശക്തമായ എനർജിയാണ് മണി എന്ന് പറയുന്നത്. കാരണം മണി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്കൊരു സ്പിരിച്വൽ വഴിയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പണ്ടൊക്കെ നമുക്കറിയാം, നമുക്കൊരു സ്പിരിച്വൽ അലൈൻമെൻറ്റ് കിട്ടി, അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള ഭൗതികതയെല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഹിമാലയത്തിൽ പോയി തപസരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ പോയി തപസരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ പോയി മറ്റെല്ലാം ഉപേക്ഷിച്ച് നമ്മളവിടെ പിന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേങ്കിൽ ഇന്നത്തെ കാലത്ത് എനിക്ക് എൻലൈൻമെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും ഫോറസ്റ്റിൽ പോയി ഞാൻ താമസിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ എന്നെ പിടിച്ച് അകത്തോട്ട് നിന്നല്ലാതെ അവിടെ പ്രത്യേകിച്ച് വേറെ സംഭവിക്കുകയില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ള നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ധാരാളം ഇതുപോലെയുള്ള പിന്നെ മഠങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ ഏതൊരു ആശ്രമത്തിലേക്ക് കയറി ചെല്ലണമെങ്കിലും നമുക്ക് അവിടെ ഒരു പിന്നെ പേയ്മെൻറ്റ് ആവശ്യമാണ്. അവർക്കും അവിടെ നിലനിൽക്കാനുള്ള പൈസ കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തി സ്പിരിച്വാലിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ സാമ്പത്തികമായ അടിത്തറ ശക്തമായിരിക്കണം. അതായത് സാമ്പത്തികമായിട്ടുള്ള ഈ മണി എന്ന് പറയുന്ന അടിത്തറ ഒരു പരിധിവരെ ശക്തമാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ അയാൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുണ്ടലിനിയായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് നമ്മൾ കുണ്ടലിനി എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ ആശയമല്ലെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഇമാജിനറി ആയിട്ടുള്ള 6 ചക്രാസ് ഇവിടെ വരെ ഉണ്ട്. പിന്നെ സഹസ്രാരം ക്രിയേറ്ററുമായിട്ട് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്ന ചക്രങ്ങളുണ്ട്. അപ്പം ആ ഒരു യാത്രയിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതായത് എന്താ വെച്ചാൽ നമ്മൾ മെഡിറ്റേഷനെ കുറിച്ച് സംസാരിച്ചു. അപ്പം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു യാത്രയിലൂടെ ഒരു ഡെസ്റ്റിനേഷൻ നമ്മൾ മൈൻഡ്ലെസ്നെസ്സിലേക്ക് എത്തുവാണ്. ആ മൈൻഡ്ലെസ്നെസ്സിലേക്ക് എത്താനായിട്ടുള്ള യാത്രയാണ് നമ്മുടെ ജീവിതം തന്നെയെങ്കിൽ ആ ജീവിതത്തിൽ നമുക്ക് റൂട്ട് ലെവലിലുള്ള എനർജീസുമായിട്ട് കറക്റ്റ് കണക്ഷൻ ഉണ്ടായി അവിടെ അൺഎക്സ്പ്രസ്ഡ് ആയിട്ടുള്ള സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടും ഇല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ റൂട്ട് എനർജി ഓപ്പൺ ആയി. അപ്പൊ അടുത്ത ലെവലിൽ എനർജി ഓപ്പൺ ആയി. ഈ പറഞ്ഞ രീതിയിൽ സ്വാധിഷ്ഠാനം ഓപ്പൺ ആയി, അല്ലെ മണിപൂരം ഓപ്പൺ ആയി. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ആ ടേമുകൾ നിങ്ങൾ പുതിയതായിട്ട് ആളാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഓപ്പൺ ആയി. അവിടെ സപ്രസ്ഡ് ആയിട്ടൊന്നുമില്ല, അൺഎക്സ്പ്രസ്ഡ് ആയിട്ടൊന്നുമില്ല. മറ്റു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഈ പറഞ്ഞ മാപ്പിൽ അഡ്രസ് ഇട്ടു. അപ്പൊ അവിടുന്ന് ഇവിടുന്ന് പോവുകയാണെങ്കിൽ അടുത്ത് ഇതിലേ പോകുന്ന വെച്ചാൽ ആ സ്ഥലത്ത് ഒരു കട്ടപ്പന എത്തി, അത് കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ എത്തി, അത് കഴിഞ്ഞ് കോയമ്പത്തൂർ എത്തി, അത് കഴിഞ്ഞ് അടുത്ത സ്ഥലം എത്തി. അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളും ഫിറ്റ് ആയിട്ട് വേണം പോകാനായിട്ട്. പക്ഷെ അതിന് പകരം ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരെ വിൽ പവറുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആവും. അവർക്ക് ചിലപ്പോൾ ഹൈ വിൽ പവർ ഉണ്ടാവും, പക്ഷെ അവർ ഫണ്ടമെന്റലി മിസറബിൾ ആയിരിക്കും. അവർക്ക് കാരണം മണി എനർജി ഒന്നും അവരിലുണ്ടാവില്ല. അപ്പൊ കുണ്ടലിനി ശാസ്ത്രം പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ലെവൽ, അതായത് നമ്മുടെ റൂട്ട് ചക്ര എന്ന് പറയുന്നതാണ് നമ്മുടെ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറഞ്ഞ 3 കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന ചക്രം എന്ന് പറയുന്നത്. അത് എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് നീഡ്സ് എന്ന് പറയുന്ന ഈ ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ എന്ന് പറഞ്ഞ 3 കാര്യങ്ങളാണ്. സെക്യൂരിറ്റി, ഷെൽട്ടർ, ഈ 3 കാര്യങ്ങളാണ്. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഫുഡ് നേടിയെടുക്കാൻ പറ്റും? ഇപ്പം നമുക്കിപ്പം പണ്ടത്തെ പോലെ ഒരു വനത്തിൽ പോയി കായ്കനികൾ പറിച്ച് ഭക്ഷിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഫുഡ് നേടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മണി വേണം. അതുപോലെ തന്നെ നമുക്ക് ഷെൽട്ടർ ഉണ്ടാക്കണം, നമുക്കൊരു വീടുണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ സെക്യൂർ ആയിട്ട് നമുക്ക് ജീവിക്കണം. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് ആവശ്യം എന്ന് പറയുന്നത് മണി എനർജിയാണ്. അപ്പോൾ നമ്മുടെ മൂലാധാര ചക്രം, അതായത് നമ്മുടെ റൂട്ട് ചക്രം തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ആ മണി എനർജിയിലാണ്. അപ്പോൾ കുണ്ടലിനിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രമാണ്. അത് നമ്മുടെ അടിസ്ഥാനപരമായ നമ്മുടെ ജീവകാന്ത ശക്തിയുടെ ഇരിപ്പിടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ മൂലാധാര ചക്രമാണ്. അപ്പോൾ ആ ചക്രത്തിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ റൂട്ടുകൾ നമ്മൾ സ്ട്രോങ് ആക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഭൂമിയുമായിട്ടുള്ള ഗ്രൗണ്ടിങ് ഉണ്ടാകുന്നു, റൂട്ട് ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ റൂട്ട് ക്ലിയർ ആകുമ്പോൾ നമ്മൾ ആദ്യമേ എന്താ ഉണ്ടാവേണ്ടത്? മണി എനർജിയാണ് ഉണ്ടാവേണ്ടത്. മണി വരണം. മണി വരാതെ നമ്മളിപ്പം റൂട്ടിൽ കണക്റ്റഡ് അല്ലാതെ, റൂട്ട് സ്ട്രോങ് അല്ലാതെ നേരെ ഫോർഗേറ്റിലേക്ക് അല്ലെങ്കിൽ നേരെ നമ്മുടെ തേടയിലേക്ക് പിടിച്ചാൽ, ആഞ്ഞയിലേക്ക് പിടിച്ച് ആഞ്ഞയെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവന് വിൽ പവർ ഉണ്ടാകും, പക്ഷേ അവന് ജീവിക്കാൻ ഒരു മാർഗ്ഗം ഉണ്ടാവില്ല.
അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു വിശന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് അല്ലേ? അയാളോട് പോയി നമ്മൾ പിന്നെ ആത്മീയത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കാനുള്ള നമ്മുടെ റൂട്ട്, നമ്മുടെ ബേസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത്. അതിനാണ് നമ്മളെ കുണ്ടലിനി ശക്തി നമ്മളെ സഹായിക്കുന്നത്. കാരണം നമ്മുടെ ഉള്ളിലെ ആ ശക്തിവിശേഷം ഇത് നമ്മൾ ഉണർത്തിയെടുത്തു കഴിഞ്ഞാൽ റൂട്ടിലേക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം തന്നെ അവിടെ നമ്മളൊരു ഉറച്ച വ്യക്തികളായി മാറുന്നു. നമ്മുടെ ആശയങ്ങളെ ഉറച്ച രീതിയിൽ പറയാൻ പറ്റുന്നു. നമുക്ക് മറ്റുള്ള നമ്മളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ ചെയ്യുന്നു, അവിടെ പ്രൊഫഷനിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയാണ്, അവിടെ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കാൻ പറ്റുകയാണ്. കാരണം അതിനുള്ള ആശയങ്ങൾ നമുക്ക് ഉണ്ടായി വരികയാണ്. കാരണം അവിടെ അടിയുറച്ച ആശയങ്ങളെ നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ അടിയുറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ബിസിനസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ എപ്പോഴും ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ബിസിനസ് ഓണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എന്നാ പറയുന്നത്, അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ടും അവരുടെ ബിസിനസ് പിന്നെ ഫെയിലായി പോകും. അപ്പോൾ ഇവിടെ അങ്ങനെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ചക്രമാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. എല്ലാ റിലീജിയനും അതിൻ്റെതായ വാല്യൂ, ഇസ്ലാമിനും ക്രിസ്ത്യാനിറ്റിക്കും ഇതിനും നിരീശ്വരവാദത്തിനും ഈ പറഞ്ഞ രീതിയിൽ സ്പിരിച്വാലിറ്റി തന്നെ പോകുന്ന ആൾക്കാർ എല്ലാത്തിനും, എല്ലാ ഇസങ്ങൾക്കും, എല്ലാ റിലീജിയനുകൾക്കും അതിൻ്റെതായിട്ടുള്ള വാല്യൂകളുണ്ട്. മണിയുള്ള ആളുകളെല്ലാം എന്തോ ഒരു മോശക്കാരാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ അറിയാതെ കുത്തി നിറയ്ക്കപ്പെടുന്നുണ്ട്. Yasha Living, synchronizing the art, tactics and spirituality.